വഴക്കമുണ്ടാക്കി ആ രീതിയിൽ പഴയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊരു വഴക്ക് ചിലപ്പോൾ തോറ്റ് മറ്റുള്ളവർ വിചാരിക്കും അവർ പറയണത് ശരിയാണ്, കാര്യം അവർക്ക് സ്വരം ഉണ്ടല്ല, അവർ സ്വരം എടുത്ത് നമ്മളെ തോൽപ്പിച്ചായിരിക്കും, അപ്പം ശരിയാണെന്ന് വിചാരിക്കും. അവർ പറഞ്ഞത് ശരിയല്ലെന്ന് പറയാൻ വേണ്ടി നമ്മളും അവരെ തോൽപ്പിക്കാൻ വേണ്ടി അതേ മെഷീനറി ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാര്യം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ് നമ്മൾക്ക് പ്രതിഫലം നൽകണത്. രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. മത്തായി 6:18 രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ദൈവത്തിന് നിനക്ക് മാത്രം അറിയാവുന്ന കുറേ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയത്തില്ലത്. നിങ്ങൾ റീൽസും സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ ജീവിതത്തിൽ ഒരിടത്തും എത്താൻ പോകുന്നില്ല. വിജയിച്ച ഏതെങ്കിലും വ്യക്തി ഇങ്ങനെ സമയം കളയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർ എപ്പോഴും പുതിയ സ്കിൽസ് പഠിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ മുന്നേറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് സൂപ്പർനോവ AI ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് മെച്ചപ്പെടുത്തും. നോക്കൂ, ഈ കാലത്ത് വലിയ ഡിഗ്രിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ആയി സംസാരിക്കാൻ അറിയുക എന്നത്. നമ്മളിൽ പലരും വീഡിയോസ് കണ്ടാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ ആരുടെയെങ്കിലും കൂടെ സംസാരിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും ഫാസ്റ്റ് വഴി സൂപ്പർനോവ AI ആണെന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു AI ടീച്ചറിന്റെ കൂടെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. അവർ മലയാളത്തിൽ തന്നെ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ ദിവസവും 10 മുതൽ 15 മിനിറ്റ്സ് വരെ പ്രാക്ടീസ് ചെയ്യുക. 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സ്പീക്കിംഗ് കോൺഫിഡൻസ് ഇംപ്രൂവ് ആകും. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? പക്ഷേ 50 ലക്ഷത്തിലധികം പേർ സൂപ്പർനോവ AI വഴി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ വെറും 9 രൂപയ്ക്ക് സൂപ്പർനോവ AI സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങും. ജീവിതത്തിൽ മുന്നേറും. അതുകൊണ്ട് 2026 നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കാനാണ് ആഗ്രഹമെങ്കിൽ റീൽ സ്ക്രോൾ ചെയ്തിരുന്നോളൂ. വെറും 1 രൂപ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിദ്യ ആപ്പ് സ്റ്റാർട്ട് ചെയ്യാം. വീട്ടിലിരുന്നു കൊണ്ട് പാർട്ട് ടൈമായി ഡെയിലി എങ്ങനെ പണം സമ്പാദിക്കാമെന്ന് ഇവിടെ പഠിക്കാം. ബിൽ ഗേറ്റ്സ് ചെയ്തു, ടാറ്റ ചെയ്തു, ജുൻജുൻവാല ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? വിദ്യ ആപ്പിൽ ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, പേടിഎം വഴി പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിപ്പിക്കും. 100-ൽ കൂടുതൽ വെരിഫൈഡ് ആപ്സ് വഴി പാർട്ട് ടൈം ഇൻകം എങ്ങനെ ഉണ്ടാക്കാം എന്നും പഠിക്കാം. ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാൻ, ഇൻസ്റ്റഗ്രാമിൽ വൈറൽ ആകാൻ, ഇതെല്ലാം വിദ്യ ആപ്പിൽ പഠിക്കാം. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം മാത്രം മതിയെന്ന് കരുതരുത്. അവിടെ ലേണിംഗ് ഇല്ല, വ്യൂസ് മാത്രം. അതുകൊണ്ട് ഇതാണ് സമയം. വിദ്യ ആപ്പ് ഓപ്പൺ ചെയ്യൂ. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി ഇപ്പോൾ തന്നെ തുടങ്ങൂ. അപ്പോൾ ചിലപ്പോൾ ദൈവത്തിന് വേണ്ടി നീ തോറ്റു കൊടുത്തതായിരിക്കാം. ഉടമ്പടിയിലെ വിശുദ്ധിയോടെ നിലനിൽക്കാൻ വേണ്ടി നീ അംഗീകരിച്ച് കൊടുത്തതായിരിക്കും. അപ്പോൾ രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അപ്പോൾ അത് നിൻ്റെ വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് ദൈവം ഏറ്റെടുക്കുകയും. പിന്നെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കേസുകളൊക്കെ ഉണ്ടാകുന്നത് ദുരിതമാണ്. ശരിക്കും കേസുകൾ ഉണ്ടാകുന്നത് ദുരിതമാണ്. അങ്ങനൊരു വാക്ക് ബൈബിളിലുണ്ട്, അല്ലേ? നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകരുത്, വിജാതിയരുടെ കോടതിയിൽ നിങ്ങളുടെ വിഷയം തീരുമാനിക്കാൻ ഇടവരരുത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഒന്ന് കൊറിന്തോസ് 6:5 മുതലുള്ള തിരുവചനങ്ങൾ. 1 കൊറിന്തോസ് 6:5. നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ
ഇല്ലെന്ന് വരുമോ? സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കുന്നു. അതും വിജാതീയരുടെ ന്യായാസനത്തെ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ. അപ്പോൾ ഇതാ വിഷയം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഇപ്പോൾ കേസില്ലേ, കുറേ ആൾക്കാർ കേസിൻ്റെ പേപ്പർ കൊണ്ടൊന്ന് എനിക്ക് തരും. അച്ഛാ ഇത്രാം തീയതി കേസാണ്, കേസ് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാനത് വാങ്ങിച്ച മാതാവിനെ കൊടുത്തിട്ട് തിരിച്ചു തരും. കാര്യം ആ കേസ് ഞാൻ ചോദിച്ച് എനിക്കറിയത്തില്ല. ഇവർ വക്കീൽ പറയുന്ന എല്ലാ കള്ളത്തരങ്ങളും ഇവർ അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയായിരിക്കും. കാര്യം നമ്മളൊരിക്കലും കേസ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കേസ് ജയിക്കുക? ഒരിക്കലും കേസ് ജയിക്കത്തില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞ കേസ് നിലനിൽക്കുക? കേസ് നിലനിൽക്കത്തില്ല. പിന്നെ എന്ത് ഇല്ലാത്ത കാര്യങ്ങൾ പറയണം? ഇല്ലാത്ത കാര്യങ്ങൾ പറയണത് തന്നെ നിങ്ങളുടെ തമ്മിൽ വ്യവഹാരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാജയമാണെന്നല്ലേ പറയണത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എന്തു പറ്റും? അപ്പം തന്നെ നമ്മൾ ഉടമ്പടിയിലും എല്ലാത്തിലും പരാജയപ്പെട്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ഇടയിൽ നീതി ഉണ്ടെങ്കിൽ, അനീതി ഉണ്ടാക്കാതിരുന്നാൽ മതി. നീതി ഉണ്ടെങ്കിൽ നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകാം. നീതി ഇല്ലെങ്കിൽ നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകരുത്. നിങ്ങളുടെ നീതി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഭർത്താവിനിടയ്ക്ക് വാങ്ങിച്ച സ്വർണം നിങ്ങൾ പറയുന്ന 50 പവൻ തന്നെന്ന് പറയും. ഞാൻ 50 പവനും കൊണ്ടാണ് വന്നത്, 50 ലക്ഷം രൂപയെന്ന് പറയും. നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാം കൂടി 20 പവനേ ഉണ്ടായിരുന്നുള്ളെന്ന്. കേസ് ഇപ്പോൾ വക്കീൽ പറയണ 20 പവൻ എന്നാ ഉണ്ടാകാനാണ്, അതുകൊണ്ട് നിങ്ങൾ 50 എഴുതാൻ പറയും. അപ്പോൾ ആരാണ് ഈ ആളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്? വക്കീൽ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ വക്കീലാണ് അവിടെ കർത്താവ്, യേശു അല്ല. അവിടെ വിഷയം വന്നിരിക്കുന്നത് യേശു കർത്താവാണെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സ്ഥാനത്ത് തീരുമാനം എടുക്കാൻ സഹായിച്ച കള്ളക്കർത്താക്കന്മാരുണ്ട്. അവരോട് ഗുഡ് ബൈ പറയേണ്ടി വരും. എന്താ കാര്യം? വക്കീലിനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, അയാളുടെ പയറ്റിപ്പഴപ്പാണത്. അതങ്ങനെ പറഞ്ഞാലേ കേസ് നിൽക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നീ നിൽക്കത്തില്ല. എന്താ കാര്യം? നീ 50,000 രൂപയ്ക്ക് ദൈവത്തിന് ഒറ്റിക്കൊടുത്ത് കള്ളത്തരം പറഞ്ഞിട്ട് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്ത് അടിച്ചു മാറ്റാൻ മറുപറയെ വന്നിരിക്കുന്ന ആളാണ്. ദൈവത്തിന് അറിയത്തില്ലേ? അപ്പം നീ കേസ് ജയിച്ചാലും ജീവിതകാലം മുഴുവൻ തോറ്റ ഇഫക്റ്റാണ് വരാൻ പോണത്. ജീവിതകാലം മുഴുവനും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മക്കളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. ഉറങ്ങി പ്രാർത്ഥിക്കാവുന്ന കാര്യം ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടാണ് ഈശോ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഉറങ്ങി പ്രാർത്ഥിക്കാവുന്ന പല വിഷയങ്ങളും കാണുകയെ ചിലപ്പോൾ നമുക്കറിയത്തില്ല എന്താണെന്ന്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണത്? പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തിയ പരാജയമാണ് ആ സംഭവം. പ്രലോഭനങ്ങൾ ഉൾപ്പെട്ടു പോയാൽ അത് ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഒരു പ്രാർത്ഥന പറഞ്ഞ എന്താണ്? പ്രലോഭനങ്ങളിൽ. क्या हाई ब्रोकरेज आपको F&O ट्रेडिंग स्टार्ट करने से रोक रहा है? तो आपको चाहिए ग्रो। क्वांटिटी चाहे जितनी भी बड़ी हो, ग्रो पे ब्रोकरेज सिर्फ 20 रुपीज पर ऑर्डर, प्लस प्रो फीचर्स लाइक एडवांस चार्ट, ऑप्शन चेन और मन चाहे इंडिकेटर्स लगा के ट्रेडिंग बनाओ स्मार्ट और फास्ट। तो हाई ब्रोकरेज को बोलो बाय। ओपन योर फ्री ट्रेडिंग अकाउंट टुडे। Investment in securities market are subject to market risks. Read all the related documents carefully before investing. Keep your glow warm and your routine effortless. Beauty and personal care essentials delivered in just 10 minutes on Instamart. കാര്യം ഒരിക്കൽ ഉൾപ്പെട്ടു പോയാൽ നീ കോടതി ജയിക്കുമായിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ കോടതി തോറ്റു. സർട്ടിഫിക്കറ്റ് വരുമ്പോൾ തോറ്റതായിട്ടാണ് വരണത്.
എല്ലായിടത്തും ജയിച്ച് വന്നാൽ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ജയിച്ചു, 10ാം ക്ലാസ്സിൽ തോറ്റെന്ന് പറഞ്ഞിട്ട് എന്നത്തിനാണ് സർട്ടിഫിക്കറ്റ്? 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ ജയിച്ചു, കൊച്ചു കള്ളങ്ങളും തിരിമറികളൊക്കെ പറഞ്ഞ് ജയിച്ചു. 10ാം ക്ലാസ് ദൈവത്തിൻ്റെ കോടതി വന്നപ്പോൾ തോറ്റുപോയി. 10ാം ക്ലാസ്സിൽ തോറ്റു. അപ്പോൾ തീർന്നില്ല പരിപാടി. ഇത്രയും നാൾ ജയിച്ചത് വെള്ളത്തിലായില്ലേ? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പ്രൊട്ടക്ഷൻ പ്രെയറാണ്. കാര്യം ഒരു മനുഷ്യനെ പ്രാർത്ഥനാ ജീവിതം പരിക്കില്ലാതെ കൊണ്ടുപോകണമെങ്കിൽ ഒന്നാമത്തെ പ്രീ റിക്വസ്റ്റാണ് എന്താണ്? പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. എനിക്ക് കാലഘട്ടത്തെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനെയും കന്യാസ്ത്രീനെയും ബിഷപ്പിനെയും എല്ലാം പൊതുജനം ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ജനങ്ങളുടെ ആധ്യാത്മിക ധാർമ്മികതയ്ക്കെതിരെ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് വൈദികർ തന്നെ സഭയ്ക്കെതിരെ തിരിയുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാമോ? ഈ വൈദികരും സിസ്റ്റേഴ്സും തന്നെ സഭയ്ക്കെതിരെ തിരിയുന്നത് കണ്ടാൽ സാത്താൻ അവരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയല്ലേ. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് കുറേ കയ്യാലപ്പുറത്തെ തേങ്ങ അതിനാൽ മാറിക്കിട്ടും. എന്താ കാര്യം? ഈ അച്ഛനിലും കന്യാസ്ത്രീയിലും മക്ക് മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു തലമുറയില്ലേ, ആ സാധനം വൈപ്പ് ഔട്ട് ചെയ്ത് കിട്ടും. ആരല്ലേ വിശ്വസിക്കേണ്ടത്? അതൊക്കെ മനുഷ്യന്മാർ ചിലപ്പോൾ ശരിയുമാകും തെറ്റുമാകും. ശരി തെറ്റാണെന്ന് കേസിൽ കുറ്റവാമുക്തനാക്കിയ ആൾക്കാരെ വീണ്ടും കുറ്റവാളിയാക്കാൻ വേണ്ടി സഭയുടെ ഉള്ള ആൾക്കാർ തന്നെ ശ്രമിക്കുമ്പോൾ ആ അരൂപി നീതിയുടെ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഫലത്തിൽ സഭയെ ഡാമേജ് ചെയ്യുന്ന കാരണം സഭയെ ഡാമേജ് ചെയ്തുകൊണ്ടാലും ഒരു നീതി ഉണ്ടാക്കണം. ആർക്ക് വേണ്ടിയാണ്? അവർക്ക് വേണ്ടിയല്ലേ, സഭയ്ക്ക് വേണ്ടിയല്ലല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത് ശരിയായിരിക്കാൻ ചിലപ്പോഴെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ പ്രാർത്ഥിക്കാതിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടണം. എന്താ കാര്യം? ഇവർ ഉണ്ടായിട്ട് ഇല്ലെങ്കിലും കാര്യമൊന്നുമില്ല. അവർക്ക് ചെറിയ പ്രശ്നങ്ങൾ മതി സഭയിൽ അവിശ്വാസം തോന്നാൻ. പക്ഷേ യഥാർത്ഥ വിശ്വാസി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ കാലം നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മർക്കോസ് 13:9. മർക്കോസ് 13:9. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ അതാണല്ലോ ഇപ്പം സംഭവിക്കണത്. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. സിനഗോഗുകളിൽ വെച്ച് നിങ്ങളെ പ്രഹരിക്കും. ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ എനിക്ക് സാക്ഷ്യം നൽകാൻ നിങ്ങൾ നിൽക്കും. ഇതൊക്കെ നിങ്ങൾക്ക് സാക്ഷ്യം നൽകാനുള്ള അവസരമായിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിനെതിരെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ചിലപ്പോൾ അവിടെ മീഡിയ റീച്ചിന് വേണ്ടിയാകും, അല്ലെങ്കിൽ സഭയെ തന്ത്രപരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാകും. ഇതെല്ലാം ഇലക്ഷൻ്റെ ഒരു ടൈമിനാണ് ഇതെല്ലാം പൊങ്ങി വരണമെന്ന് ഓർക്കണം. അപ്പം നമ്മളെ സഹായിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അവർ തന്നെയായിരിക്കും നമ്മളെ ഏറ്റവും ഉപദ്രവിക്കാൻ വേണ്ടി സാത്താൻ ഉപയോഗിക്കുന്ന ആൾക്കാർ. പക്ഷേ ഇതൊക്കെ എന്താണ്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് ശരി ഇത് ശരി വേണമെന്ന് പറയുന്ന സമയമല്ലത്. മറിച്ച് എന്താണ്? വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന.
വ്യക്തിപരമായ പ്രാർത്ഥനകളുടെയും ജീവിത സമർപ്പണ പ്രാർത്ഥനകളുടെയും സമയമാണ്. Let's put fun in funds. Open free DMAT account with Angel One. Investments in securities market are subject to market risks. Read all the related documents carefully before investing. നിങ്ങൾ എന്തുകൊണ്ടാണ് കേരള മാട്രിമോണി ചൂസ് ചെയ്തത്? ഇതിൽ ധാരാളം ചോയ്സുകളുണ്ട്. മലയാളത്തിൽ നോക്കാനുള്ള സൗകര്യവും ഉണ്ട്. ഹോറോസ്കോപ്പ് മാച്ച് നോക്കാനും സാധിക്കും. ലക്ഷക്കണക്കിന് ആളുകൾക്ക് നമ്മുടെ കേരള മാട്രിമോണി വഴി കല്യാണം നടന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇപ്പൊ എന്താ വേണ്ടത്? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. സിസ്റ്റർ ജോമോൾ ഇപ്പോൾ പ്രാർത്ഥിക്കും. ഓരോ വിഷയങ്ങളുടെ മേലും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ ആദരവോടെ, ഭക്തിയോടെ ജീവിതാവസ്ഥകൾ, നിങ്ങൾ ഇന്ന് നേരിടുന്ന ജീവിത പ്രശ്നങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിൽക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം.